ഹലോ ഫ്രണ്ട്സ്, നമുക്ക് എളുപ്പം ഉണ്ടാക്കാൻ പറ്റിയ ഒരു ടേസ്റ്റി കുക്കർ ചിക്കൻ ബിരിയാണി ഉണ്ടാക്കിയാലോ? ആദ്യം നമുക്ക് വേണ്ടത് ബിരിയാണി അരിയാണ്. അത് ഏതാണെന്ന് വെച്ചാൽ നിങ്ങളുടെ ഇഷ്ടത്തിന് എടുക്കുക. ഞാനിപ്പം വലിയ റൈസാണ് എടുത്തേക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ജീരകശാല അരിയാണെങ്കിൽ അതെടുക്കുക. ഇത് കഴുകി നമുക്ക് അരമണിക്കൂർ കുതിർക്കാനിടാം. അതിനുശേഷം നമുക്ക് ഇതിനു വേണ്ടി ആവശ്യമുള്ളത് 3 സവാള, വെളുത്തുള്ളി, ഇഞ്ചി, 2 പച്ചമുളക്, മല്ലിയില, പുതിനയില. ആദ്യം നമുക്കൊരു ജാർ എടുത്തിട്ട് അതിനകത്ത് ആവശ്യത്തിന് വെളുത്തുള്ളി, ഇഞ്ചി, പുതിനയില, മല്ലിയില, കാഷ്യൂനട്ട്, 2 പച്ചമുളക്, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ മുളക് പൊടി, 1/2 ടീസ്പൂൺ മല്ലിപ്പൊടി, 1 ടീസ്പൂൺ ഗരം മസാല, 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി, 1 ടീസ്പൂൺ ഉപ്പ്, 1 ടീസ്പൂൺ ചിക്കൻ മസാല. ഇതെല്ലാം ചേർത്ത് നമുക്ക് മിക്സിയിൽ അരച്ചെടുക്കാം. ഒരു പേസ്റ്റ് രൂപത്തിൽ അരച്ചെടുക്കുക. ഈ അരച്ചെടുത്ത മിക്സ് നമുക്ക് ചിക്കനിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇതിൽ ബാലൻസ് വന്ന അരപ്പ് നമുക്ക് മാറ്റി വെക്കാം. അത് നമുക്ക് ബിരിയാണിയിൽ തന്നെ ചേർക്കാവുന്നതാണ്. അത് ഞാൻ വീഡിയോയിൽ തന്നെ കാണിച്ചു തരാം. ഈ അരപ്പിട്ടതിന് ശേഷം നമുക്ക് 1/2 പാക്കറ്റ് തൈരും കൊണ്ട് ചേർത്ത് കൊടുക്കാം. അത് ഫുള്ള് ഞാൻ എടുക്കുന്നുണ്ട് ആ തൈര്. എന്നിട്ട് ചിക്കനകത്ത് നല്ലോണം മിക്സ് ചെയ്ത് ഒരു 20 മിനിറ്റ് മാറ്റി വെക്കാം. നല്ലോണം നമുക്ക് ചിക്കനിൽ ആ മസാല എല്ലാം കൂടെ പിടിച്ച് തരണം. അതിനാണ് 20 മിനിറ്റ് മാറ്റി വെക്കാൻ പറയുന്നത്. ആ ജാറിൽ തന്നെ നമുക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ അരച്ചെടുക്കാം. ഒരു പാൻ വെച്ചിട്ട് അതിലോട്ട് നെയ്യും കുറച്ച് വെളിച്ചെണ്ണയും കൂടെ ചേർത്ത് നമുക്ക് കാഷ്യൂനട്ടും മുന്തിരിയും കൂടെ വറുത്തെടുക്കാം. അത് മാറ്റി വെക്കുക. വറുത്തെടുത്ത് കാഷ്യൂനട്ടും മുന്തിരിയും മാറ്റി വെക്കുക. അത് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് ഏത് കുക്കറാണോ ഉള്ളത്, എനിക്കിപ്പോൾ 3 ലിറ്ററിൻ്റെ കുക്കറാണ് ഉള്ളത്. നിങ്ങൾക്ക് 5 ലിറ്ററിൻ്റെ ആണെങ്കിൽ അതെടുക്കുക. അപ്പോൾ അതെടുത്ത് നമുക്ക് സ്റ്റൗവിൽ വെച്ച് അതിനകത്തുള്ള വെള്ളമെല്ലാം പോയതിന് ശേഷം കുറച്ച് നെയ്യ് ഒഴിക്കുക. അത് കഴിഞ്ഞിട്ട് വെളിച്ചെണ്ണ ഒഴിക്കുക ആവശ്യത്തിന്. അതിന് ശേഷം ഗ്രാമ്പൂ, പട്ട, ഏലക്ക, പെരുംജീരകം ചേർത്ത് ചെറുതായിട്ട് ചൂടാക്കുക. അത് കഴിഞ്ഞു പോകാതെ നോക്കണം. അതിന് ശേഷം നമുക്ക് സവാള അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. ഞാൻ 3 സവാളയായിരുന്നു എടുത്തിരുന്നത്. അത് നമുക്ക് ചേർത്ത് കൊടുക്കാം അരിഞ്ഞത്. നല്ലോണം വഴറ്റി കൊടുക്കുക. ഒന്ന് വഴണ്ട് വരാൻ ഞാൻ കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. നല്ലോണം ഇളക്കി കൊടുക്കുക. അതിനുശേഷം ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതും നല്ലോണം മിക്സ് ചെയ്ത് നല്ലോണം വഴറ്റിയെടുക്കുക. ഈ ഒരു പാകമാവുന്നിടം വരെ നല്ലോണം വഴറ്റി കൊടുക്കുക. അതിലേക്ക് ഞാനൊരു തക്കാളി എടുത്തിട്ടുണ്ട്. ആ തക്കാളി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അത് ഞാൻ നല്ലോണം ഇളക്കി വേവിച്ച് എടുത്തതിന് ശേഷം നമ്മൾ മാറ്റി വെച്ചിരുന്ന ചിക്കൻ അത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതിട്ടിട്ട് ഈ ഉള്ളിയും ചിക്കനും എല്ലാം കൂടെ നല്ലോണം ഇളക്കി ചേർത്ത് വെച്ചിട്ട് അതിലേക്ക് ഞാൻ അല്പം നേരത്തെ മാറ്റി വെച്ചിരുന്ന അരപ്പുണ്ടല്ലോ, ആ അരപ്പ് ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട് കഴുകി. അത് കഴിഞ്ഞിട്ട് കുക്കറിനകത്ത് വിസിൽ ഊരിയിട്ട് ഒരു 10 മിനിറ്റ് സിമ്മിനകത്ത് ഞാൻ വെച്ച് വേവിക്കുന്നുണ്ട്. എന്നിട്ട് നമുക്ക് ഇത് തുറന്നിട്ട് നേരത്തെ കുതിർക്കാൻ വെച്ച അരി ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതേപോലെ മാറ്റി വെച്ച കാഷ്യൂനട്ട്, മുന്തിരി അത് ചേർത്ത് കൊടുത്ത് പിന്നെ മല്ലിയില, പുതിനയില ഇട്ട് കുറച്ച് നെയ്യും തൂക്കി കൊടുക്കുന്നുണ്ട് ഞാൻ. അതിനുശേഷം ഞാൻ എടുക്കുന്നത് ചൂടുവെള്ളമാണ്
ആവശ്യത്തിന് നമുക്ക് എത്രയാണോ റൈസ് എടുത്തേക്കുന്നത് അതിനനുസരിച്ച് ആവശ്യത്തിന് ചൂടുവെള്ളം, തിളച്ച ചൂടുവെള്ളം നമ്മൾ ഒഴിച്ചു കൊടുത്തിട്ട് നല്ലോണം ഇളക്കി മിക്സ് ചെയ്തിട്ട് കുറച്ച് ചോറിന് നമ്മൾ ഉപ്പിട്ടിട്ടില്ല, അപ്പം കുറച്ച് ആവശ്യത്തിന് ഉപ്പും കൂടെ ഇട്ട് ഇനി നമ്മൾ വിസിൽ വെച്ചിട്ട് വേണം കുക്കർ അടച്ചു വെക്കാൻ. അങ്ങനെ വിസിൽ വെച്ച് നമ്മൾ അടച്ചു വെച്ച കുക്കർ ഞാൻ സിമ്മിലിട്ടാണ് ഒരു 10 മിനിറ്റ് വേവിക്കുന്നത്. ഈ 10 മിനിറ്റ് കഴിഞ്ഞാൽ നമുക്ക് ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് ഒരു വിസിൽ അടിച്ചിട്ട് നമുക്ക് സ്റ്റൗവ് ഓഫ് ചെയ്യാവുന്നതാണ്. ഞാനിത് ആദ്യമായിട്ടാണ് ഇങ്ങനൊരു വീഡിയോ ചെയ്യുന്നത്. അതിൽ കുറേ തെറ്റുകുറ്റങ്ങളുണ്ട്. നിങ്ങൾക്ക് എന്തെങ്കിലും സജഷനോ എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് ഇടാവുന്നതാണ്. അടുത്ത തവണ ഞാൻ നല്ല രീതിയിൽ അതിനനുസരിച്ച് ചെയ്തിട്ട് വീഡിയോ ഇടാം. ഇത് ആദ്യത്തെ തവണയായതുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത്, ആരും ഒന്നും കരുതില്ലേ. പത്ത് മിനിറ്റ് മാത്രമേ സിമ്മിലിട്ട് വേവിക്കാവൂ. അത് കഴിഞ്ഞിട്ട് ഹൈ ഫ്ലെയിമിൽ തന്നെ ആക്കിയിട്ട് വേണം വിസിലടുപ്പിക്കാൻ. ഇല്ലെങ്കിൽ നിങ്ങൾ സിമ്മിലിട്ടിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും പോയി കഴിഞ്ഞാൽ അവിടെ ഇരുന്ന് അടി പിടിക്കും നമ്മുടെ ചിക്കൻ ബിരിയാണി. നമുക്ക് എന്നിട്ട് എയർ പോയതിന് ശേഷം നമുക്ക് തുറന്ന് നോക്കാം. അപ്പം നമ്മുടെ സ്വാദിഷ്ടമായ ചിക്കൻ കുക്കർ ബിരിയാണി റെഡിയായിരിക്കുന്നു. അപ്പോൾ എല്ലാവരും ഈ റെസിപ്പി ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക്, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വീഡിയോയുമായി വരുന്നത് വരെ ബൈ ബൈ ഫ്രം ആർദ്രാസ് വ്ലോഗ്.